കണ്ടം ചെയ്ത നേതാക്കളുമായി പി.വി. അൻവർ. കഴിഞ്ഞ ദിവസം പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസ് വിടുകയും പുതിയ പാർട്ടി മെയ് 15 മുൻപ് രൂപീകരിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ പാർട്ടി UDF-ന് ഒപ്പം നിൽക്കും, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുകയും ചെയ്യുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് വിട്ട ശേഷം അൻവർ നടത്തിയ പ്രഖ്യാപനം. ഇതേ തുടർന്ന് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. CPIM വിട്ടുപോയിട്ടുള്ള നേതാക്കന്മാരെ തൻ്റെ പുതിയ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. അവരുമായി ഉടൻ തന്നെ ചർച്ച നടത്തും. അത്തരം ചർച്ചകൾ വഴി തൻ്റെ പുതിയ പാർട്ടിയിലേക്ക് ഇവരെ കൊണ്ടുവരുമെന്നും അൻവർ പ്രഖ്യാപിച്ചു. ആരൊക്കെയാണ് അൻവറിൻ്റെ മനസ്സിലുള്ള നേതാക്കളെ നമുക്ക് പരിശോധിക്കാം. ഒന്ന് സുധാകരനാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ 63 വർഷത്തെ CPM ബന്ധം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുന്നത്. മറ്റൊരാൾ ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റിയും അതുപോലെ തന്നെ ദീർഘനാളത്തെ CPIM MLA ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അത്തരത്തിലുള്ള പദവികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് CPM-നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നത്. മറ്റൊരു നേതാവ് S. രാജേന്ദ്രനാണ്. അദ്ദേഹം ദീർഘകാലം ദേവികുളം CPM-ന്റെ MLA ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം അവിടെ BJP ടിക്കറ്റിൽ മത്സരിക്കുകയാണ്. അതേപോലെ മറ്റൊരാൾ PK ശശിയാണ്. ദീർഘകാലം CPM-ൽ അംഗമായിരുന്ന അദ്ദേഹം ഇപ്പോൾ UDF-ൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഒപ്പം തന്നെ V. കുഞ്ഞികൃഷ്ണനാണ്. അദ്ദേഹം ദീർഘകാലം CPM നേതാവായിരുന്നു, പയ്യന്നൂരിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഇത്തരത്തിലുള്ള നേതാക്കളുമായിട്ടാണ് താൻ ചർച്ച നടത്താൻ പോകുന്നത് എന്നാണ് അൻവർ പറഞ്ഞത്. പറഞ്ഞ പേരുകളിൽ എത്ര ആളുകൾ ഇപ്പോൾ LDF-നോടൊപ്പം ഉണ്ട് എന്ന് പരിശോധിച്ചാൽ ആ ലെറ്ററിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നിൽക്കുന്ന ഐഷ പോറ്റിയായാലും സുധാകരൻ സഖാവായാലും ഇടുക്കി MLA ആയിരുന്ന രാജേന്ദ്രനായാലും KT റസാഖ് MLA ആയാലും ഈ പറയുന്ന PK ശശി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകൾ അന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല, പലരും ഇപ്പുറത്തേക്ക് വരികയും സ്ഥാനാർത്ഥികളാകുകയും ഈ പിണറായിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൽ ഈ സംവിധാനം വിട്ടു വരാൻ സാധ്യതയുള്ള ലീഡേഴ്സിനെ കുറിച്ചുള്ള ഇൻഡിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് വസ്തുതയാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അറിയുന്ന കാര്യമല്ലേ. അതിൽ വേറെ മറ്റു പ്രത്യേകിച്ച് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ജനസ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ നേതാക്കളെല്ലാം തന്നെ CPIM-ലും എടുക്കാച്ചരക്കുകളായിട്ടുള്ള നേതാക്കളാണ് എന്നുള്ളതാണ് വാസ്തവം. സുധാകരൻ്റെ കാര്യം തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. അദ്ദേഹത്തിന് മന്ത്രിയായ ആളാണ്, നിരവധി തവണ മന്ത്രിയായ ആളാണ്, MLA ആയ ആളാണ്. അദ്ദേഹത്തിന് CPM കൊടുക്കാവുന്ന എല്ലാ സ്ഥാനവും കൊടുത്ത് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനം കൊടുത്ത് വളർത്തിയെടുത്തൊരു നേതാവാണ് സുധാകരൻ. പിന്നീട് ടേം വ്യവസ്ഥ വന്നതോടുകൂടിയാണ് സുധാകരനും തോമസ് ഐസക്കും അടങ്ങുന്ന ഒരു വിഭാഗം നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത്. അതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തവണ പരാജയപ്പെട്ടാൽ എവിടേക്ക് പോകും എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസ് രാഷ്ട്രീയവുമായി അദ്ദേഹം വലിയ പരിചയമില്ല. അദ്ദേഹം അടുത്തിടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയവുമായി പരിചയപ്പെടുന്നത്. 10-13 വർഷം കോൺഗ്രസിനെതിരായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ആളാണ് സുധാകരൻ. അതേപോലെ തന്നെയാണ് ഐഷ പോറ്റിയുടെ കാര്യവും. ഐഷ പോറ്റിയും ഇത്തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയവുമായി പുതിയ ബന്ധം വെച്ചുവന്ന ഒരാളാണ്. S. രാജേന്ദ്രനെ സംബന്ധിച്ച് അത് ദീർഘകാലം CPM-ന്റെ നേതാവായിരുന്നു. അദ്ദേഹം BJP-യിലേക്ക് അടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. PK ശശിയെ സംബന്ധിച്ചും അത്തരത്തിൽ കോൺഗ്രസുമായി അടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചും അത്തരത്തിലാണ്. ഇവർക്കൊക്കെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ രാഷ്ട്രീയ സംസ്കാരവുമായി എത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇത്തവണ ഇവരൊക്കെ തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരുന്ന ഇവരെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. യാതൊരു ജനപിന്തുണയും ഇല്ലാതെ CPM-ന് വേണ്ടാത്ത കോൺഗ്രസിനും വേണ്ടാത്ത തോറ്റു കഴിഞ്ഞുള്ള സ്ഥിതിയാണ് പറയുന്നത്. CPM-ഉം കോൺഗ്രസും ഉപേക്ഷിക്കുന്ന ഈ നേതാക്കളെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. എത്രത്തോളമാണ് അൻവറിൻ്റെ പുതിയ പാർട്ടിയിൽ ഇവർ ചേരാനുള്ള സാധ്യത എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കാരണം അത് അൻവർ നടത്തുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടും അൻവറിൻ്റെ പുതിയ ആശയഗതിയുമായി ബന്ധപ്പെട്ടും ഇവർ എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമേ അത്തരത്തിലൊരു പ്രവചനത്തിന് സാധ്യതയുള്ളൂ. അതെന്തായാലും
ഒരുപക്ഷെ ഈ അൻവർ ചൂണ്ടയിട്ടിരിക്കുന്ന ഈ നേതാക്കളിൽ ആരെങ്കിലും വന്നാൽ തന്നെ ഏത് സ്ഥാനമായിരിക്കും അൻവർ ഇവർക്ക് നൽകുക? കാരണം സീനിയർ മോസ്റ്റാണ് ഈ പറയുന്ന ജി സുധാകരൻ. അദ്ദേഹത്തെ എങ്ങനെയാണ് അൻവർ ഉൾക്കൊള്ളുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അൻവർ ഇത്തരത്തിൽ ചർച്ച ചെയ്ത് ഈ നേതാക്കളെ തൻ്റെ പാളയത്തിലെത്തിച്ചാൽ ഇത്തരത്തിലുള്ള സങ്കീർണമായ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അവിടെ ഉടലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള നേതാക്കളുമായി പുതിയ പാർട്ടി രൂപീകരിക്കാൻ അൻവർ ശ്രമിക്കുമ്പോൾ അത് എത്രത്തോളം ഫലം കാണുമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തതയില്ല. ഒരു ആശയ വ്യക്തതയുണ്ട്. എത്ര പേർ അൻവറിനൊപ്പം പോകും? അൻവർ ഇക്കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അൻവറോട് പറയാനുള്ള കാര്യം, ഇപ്പുറത്ത് എടുക്കാച്ചരക്കായ രണ്ട് നേതാക്കളുണ്ട്. പല പാർട്ടിയിൽ അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ BJP പാളയത്തിൽ എത്തി നിൽക്കുന്ന PC ജോർജും മകൻ ഷോൺ ജോർജും. അവരിത്തവണ തോറ്റുകഴിഞ്ഞാൽ അവരും ഈ പറഞ്ഞതുപോലെ ഈ നേതാക്കളെ പോലെ തന്നെ എടുക്കാച്ചരക്കായിട്ടുള്ള രണ്ട് നേതാക്കളായി മാറും. PC ജോർജിനെയും മകനെയും കൂടി അൻവർ പുതിയ പാർട്ടിയിലേക്ക് എടുത്താൽ അതൊരു അലവലാതി അസോസിയേഷൻ എന്ന രീതിയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ രേഖപ്പെടുത്തും. അല്ലെങ്കിൽ അങ്ങനെ ഒരു അടയാളപ്പെടുത്തലാണ് അവരെ കൂടി ഉൾപ്പെടുത്തിയാൽ അൻവർ പുതിയതായി രൂപീകരിക്കാൻ പോകുന്ന പാർട്ടിയിലെ ഈ നേതാക്കളടങ്ങുന്ന ഈ ഒരു സംഘത്തെ അറിയപ്പെടുക വെറും അലവലാദികൾ എന്ന രീതിയിൽ തന്നെയായിരിക്കും രാഷ്ട്രീയ കേരളം ഇവരെ വിലയിരുത്തുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.